നമസ്കാരം. നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ ഇന്ന് നേരിടുന്ന വലിയ വലിയ വെല്ലുവിളികളുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം കുതിക്കുകയാണ്. വികസനത്തിൻ്റെ പാത തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ രാജ്യം പുതിയൊരു പന്ഥാവിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലത് ചില ഓർമ്മപ്പെടുത്തലുകളായി നമ്മുടെ മുൻപിലുണ്ട്. രാജ്യം വിട്ട നിരവധി കുറ്റവാളികൾ അടക്കമുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ രാജ്യം വിട്ട നിരവധി കുറ്റവാളികളെ ഇന്ത്യയിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്ത്യ. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് US സുപ്രീം കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഈ ശ്രമങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി കേസുകൾ, ഈ കേസുകളിലൊക്കെ പിടികിട്ടാപ്പുള്ളികളായി ഇന്ത്യ പ്രഖ്യാപിച്ചവരിൽ US കഴിയുന്നവരെ തിരികെ രാജ്യത്ത് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സജീവമാക്കുന്നത്. ഈ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് അമേരിക്കൻ കോടതിയിൽ നിന്നും ഇപ്പോൾ റാണയെ കൈമാറണം എന്നുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. രാജ്യം വിട്ട കുറ്റവാളികളിൽ 1/3 ആളുകളും US ഒളിവിൽ താമസിക്കുമ്പോൾ അങ്ങനെ താമസിക്കുന്നവർ ഇന്ത്യയുടെ അവകാശവാദം എന്താണ്? അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. തഹാവൂർ ഹുസൈൻ റാണ, അർഷദ് ധല്ല, അൻമോൽ ബിഷ്ണോയ്, വിജയ് മല്യ, നീരവ് മോദി എന്നിവർക്ക് വേണ്ടിയായിരുന്നു ഇന്ത്യ കടുത്ത നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ആരാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയപ്പെടുന്നത്. തഹാവൂർ ഹുസൈൻ റാണയെ കൈമാറണമെന്നിട്ടുള്ള അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി, ആ വിധിയിലൂടെ ഇന്ത്യ നേടിയെടുക്കുന്ന വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അതാണ് യാഥാർത്ഥ്യമാകുന്നതെന്നുള്ള. ഇന്ത്യയും US തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം അപ്രകാരമാകും റാണയെ ഇപ്പോൾ കൈമാറ്റം ചെയ്യാൻ പോവുക. 2008 നവംബർ 26 160-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. പാക് ഭീകര സംഘടനകൾക്ക് വേണ്ടി ആക്രമണം നടത്താൻ US പൗരനായിട്ടുള്ള ഡേവിഡ് ഹെഡ്ലിക്കൊപ്പം ഗൂഢാലോചന നടത്തി എന്നതാണ് ഈ റാണയുടെ പേരിലുള്ള കുറ്റം എന്ന് പറയപ്പെടുന്നത്. പാക് ഭീകര സംഘടനകൾക്ക് സഹായം നൽകിയ കേസിൽ 2011 US കോടതി ഈ റാണയെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന് അർഷദ്ദീപ് സിംഗ് ഗിൽ, അർഷദ് ബല്ല. ഈ നിരോധിത സംഘടനയായിട്ടുള്ള ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിൻ്റെ യഥാർത്ഥ തലവനായിട്ടുള്ള ഖാലിസ്ഥാൻ ഭീകരനായിട്ടുള്ള അർഷദ്ദീപ് സിംഗ് ഗിൽ എന്ന അർഷ് ഭല്ല, അദ്ദേഹം കാനഡയിലാണ് കഴിയുന്നത്. 2004 ജനുവരിയിൽ ഇന്ത്യ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കനേഡിയൻ പോലീസ് ഈ ഭല്ലയെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് മുതൽ രാജ്യത്തെത്തിക്കാൻ ഇന്ത്യ വല്ലാതെ ശ്രമിക്കുന്നുവെങ്കിലും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഡിസംബറിൽ ജാമ്യം നേടി ഇയാൾ പുറത്തിറങ്ങുകയായിരുന്നു. ഈ അൻമോൽ ബിഷ്ണോയ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു തീവ്രവാദി, ഗുജറാത്തിലെ ജയിലിൽ കഴിയുന്ന ഈ ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരനാണ് ഈ അൻമോൽ ബിഷ്ണോയ് എന്ന് പറയപ്പെടുന്നത്. പഞ്ചാബി ഗായകനായിട്ടുള്ള സിദ്ധു മുസ്വാലയുടെയും NCPയുടെ നേതാവായിട്ടുള്ള ബാബ സിദ്ദിഖിയുടെയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഈ പറയുന്ന ആൾ പ്രതിയാണ്. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചതിന് കഴിഞ്ഞ നവംബറിൽ അൻമോൾ US അറസ്റ്റിലായിരുന്നു. ഇന്ത്യ ഇയാളെ കസ്റ്റഡിയിൽ അന്നു മുതൽ ആവശ്യപ്പെട്ടിട്ടും കൈമാറാൻ ഇതുവരെയും അമേരിക്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നമുക്കറിയാം, വിജയ് മല്യയെക്കുറിച്ച് ഏകദേശം 9,000 കോടിയിലധികം രൂപയുടെ വായ്പാ കുടിശ്ശിക ആ കേസ് നേരിടുന്ന മദ്യവ്യവസായി ആയിട്ടുള്ള വിജയ് മല്യ ഇപ്പോൾ എവിടെയാണ്? UK 2016 രാജ്യം വിട്ട് മല്യയെ 2019 പിടികെട്ട പുള്ളിയായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചത് എന്നതാണ്. 180 കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക കേസിൽ CBI കോടതി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെതിരെയായിട്ട് പുതിയ ഒരു ജാമ്യമില്ലാ വാറണ്ട് കൂടി പുറപ്പെടുവിച്ചു. ഇനിയുമുണ്ട് ആൾക്കാർ. നീരവ് മോദിയെ നമുക്ക് മറക്കാൻ കഴിയുമോ? ഇല്ല. വജ്രവ്യാപാരി നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോക്സിയും കൂടെ ചേർന്നിട്ട് ഏകദേശം 14,000 കോടി രൂപയുടെ PNB വായ്പാ തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികളാണവർ. 2018 രാജ്യം വിട്ട നീരവ് മോദി അതേ വർഷം തന്നെ ലണ്ടനിൽ വെച്ച് അറസ്റ്റിലാകുന്നു. ഇപ്പോൾ UK ജയിലിൽ കഴിയുകയാണ് നീരവ് മോദി. മെഹുൽ ചോക്സി ഇപ്പോൾ ആൻറ്റുഗയിലാണ്. ഇങ്ങനെ ഈ 5 പേരുകൾ കൊണ്ട് അവസാനിക്കുന്നതൊന്നുമല്ല വിദേശത്തേക്ക് കടന്ന ഇന്ത്യ പിടികിട്ടാപ്പുള്ളികളായിട്ട് പ്രഖ്യാപിച്ച കുറ്റവാളികളുടെ എണ്ണമെന്ന് പറയപ്പെടുന്നത്. UK ആയുധ ഇടപാട് കൺസൾട്ടൻ്റായിട്ടുള്ള സഞ്ജയ് ഭണ്ഡാരിയെ മറക്കാൻ പറ്റുമോ? ദുബായിൽ അറസ്റ്റിലായിട്ടുള്ള മഹാദേവ്
വാതുവെപ്പ് ആപ്പിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള സൗരഭ് ചന്ദ്രാകർ, ഇങ്ങനെ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള നിയമപോരാട്ടം ഇന്ത്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ നിയമപോരാട്ടങ്ങൾ തുടരുമ്പോഴും ഇന്ത്യക്ക് കനത്ത തിരിച്ചടികൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നു. രാജ്യം വിട്ട നിരവധി കുറ്റവാളികളെ തിരിച്ചു കൊണ്ടുവന്ന് കഠിനമായിട്ടുള്ള ശിക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, രാജ്യത്തെ തീവ്രവാദ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികൾക്കെതിരെ കടുത്ത കുറ്റം ചുമത്തി കഠിനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അതിനോടൊപ്പം നിൽക്കേണ്ടതല്ലേ?